നമസ്കാരം. പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ നടന്ന ഒരു അസാധാരണ സംഭവം രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. സഭയുടെ തറയിൽ വീണുകിടന്ന പണം സ്പീക്കറെടുത്ത് ഉയർത്തിക്കാട്ടിയ രംഗങ്ങളാണ് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ ആഴത്തിലുള്ള അഴിമതിയുടെ നേർചിത്രമായി മാറിയത്. ഈ സംഭവം പലർക്കും ചിരിയുണർത്തിയെങ്കിലും സാധാരണ പാകിസ്ഥാനികൾക്ക് ഇത് ലജ്ജയുടെയും അപമാനത്തിന്റെയും നിമിഷമായിരുന്നു. സംഭവം നടന്നത് ഡിസംബർ 8 തിങ്കളാഴ്ചയായിരുന്നു. ദേശീയ അസംബ്ലി സ്പീക്കർ അയാസ് സാഹിബ് തറയിൽ നിന്ന് 5000 പാകിസ്ഥാൻ രൂപയുടെ, അതായത് 10 നോട്ടുകൾ, അതായത് ഏകദേശം 50,000 പാകിസ്ഥാൻ രൂപ, അത് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ 16,500 രൂപ എടുത്ത് വായുവിൽ വീശിക്കൊണ്ട് അദ്ദേഹം സഭാംഗങ്ങളോട് ചോദിച്ചു. അതായത് ഇത് ആരുടെ പണമാണെന്ന് അദ്ദേഹം ചോദിച്ചു. ദയവായി നിങ്ങളുടെ കൈ ഉയർത്തുക. ഈ ചോദ്യത്തിന് മറുപടിയായി 15ഓളം നിയമസഭാ അംഗങ്ങൾ പണം തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് കൈ ഉയർത്തിയതോടെയാണ് നാടകീയ രംഗങ്ങൾക്ക് തുടക്കമായത്. 10 നോട്ടുകളും 12 ഉടമസ്ഥരുമുണ്ട് എന്ന് തമാശ രൂപേണ പറഞ്ഞ സ്പീക്കർ ഔപചാരിക നടപടികൾ താത്കാലികമായി നിർത്തിവച്ചു. ഒടുവിൽ PTI അംഗമായ മുഹമ്മദ് ഇക്ബാൽ അഫ്രീദിയാണ് പണത്തിന്റെ യഥാർത്ഥ ഉടമയെന്ന് കണ്ടെത്തി. അത് അദ്ദേഹത്തിന്റെ നിയമസഭാ ഓഫീസിൽ നിന്ന് കൈമാറുകയും ചെയ്തു. സഭയിൽ ചിരി ഉണർത്തിയ ഈ സംഭവം പക്ഷേ പാകിസ്ഥാനിൽ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. രാജ്യത്തിന്റെ ഉന്നത നിയമനിർമ്മാണ സഭയുടെ ഈ അവസ്ഥ രാജ്യത്തിന് നാണക്കേടായി അവർ വിലയിരുത്തി. നമ്മുടെ പാർലമെന്റ് എത്രത്തോളം സത്യസന്ധമാണെന്ന് ഈ സാഹചര്യത്തിൽ നിന്ന് കാണാൻ കഴിയുമെന്ന് ഒരു സോഷ്യൽ മീഡിയ ഉപഭോക്താവ് അഭിപ്രായപ്പെട്ടു. ഇവരാണ് നിയമസഭയിൽ ഇരിക്കുന്ന കഥാപാത്രങ്ങൾ, എല്ലാ തട്ടിപ്പുകളും അഴിമതിക്കാരും. ഈ സ്വഭാവമില്ലാത്തവർ ഉന്നത സ്ഥാനങ്ങൾ കൈയടക്കുമ്പോൾ പാകിസ്ഥാന് ഒരിക്കലും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയില്ല എന്ന് മറ്റൊരാൾ രൂക്ഷമായി പ്രതികരിച്ചു. ലക്ഷക്കണക്കിന് ശമ്പളവും ആനുകൂല്യങ്ങളും വാങ്ങുന്ന നിയമസഭാ അംഗങ്ങൾ തുച്ഛമായ പണത്തിനായി പരസ്യമായി അവകാശവാദം ഉന്നയിക്കുന്നത് രാജ്യത്തെ പൊതുജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമായി പലരും കണ്ടു. പണം അവകാശപ്പെടാൻ ശ്രമിച്ച നിയമനിർമ്മാതാക്കളെ പിരിച്ചുവിടണമെന്ന് പോലും ചിലർ ആവശ്യപ്പെട്ടു. ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല, മറിച്ച് പാകിസ്ഥാനിലെ വ്യാപകമായ രാഷ്ട്രീയ അഴിമതിയുടെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും പ്രതിഫലനമാണ്. നവംബറിൽ അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട പുതിയ വിലയിരുത്തലിൽ പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ അഴിമതിയാണെന്ന് കണ്ടെത്തിയിരുന്നു. 186 പേജുള്ള IMF റിപ്പോർട്ടിൽ പാകിസ്ഥാനിലെ അഴിമതി സ്ഥിരവും നശിപ്പിക്കുന്നതുമാണ് എന്നും ഇത് പൊതുജന വിശ്വാസം ഇല്ലാതാക്കുകയും സാമ്പത്തിക സ്ഥിരതയെ തകർക്കുകയും ചെയ്യുന്നുവെന്നും പ്രസ്താവിക്കുന്നുണ്ട്. പൊതു ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങളെ സ്വാധീനിക്കുന്ന പ്രത്യേക അവകാശങ്ങളുള്ള സ്ഥാപനങ്ങളാണ് ഇതിന് പിന്നിലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഭരണം മെച്ചപ്പെടുത്തുകയും ഉത്തരവാദിത്വം ശക്തിപ്പെടുത്തുകയും ചെയ്താൽ പാകിസ്ഥാന് GDPയിൽ 5 മുതൽ 6.5% വരെ വർധനവ് അടുത്ത 5 വർഷത്തിനുള്ളിൽ നേടാൻ കഴിയുമെന്നും IMF വിലയിരുത്തുന്നുണ്ട്. ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തുവിട്ട കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024ലും പാകിസ്ഥാൻ 135 സ്ഥാനത്തേക്ക് താഴ്ന്നു. ഈ കണക്കുകൾ രാജ്യത്തെ അഴിമതിയുടെ വ്യാപ്തി വ്യക്തമാക്കുകയാണ്. ഏറ്റവും വിരോധാഭാസകരമായ കാര്യം അസംബ്ലിയിൽ പണത്തിനായി കൈയുയർത്തിയ നിയമ നിർമ്മാതാക്കൾ തന്നെ സർക്കാരിന്റെ മികച്ച ശമ്പളം വാങ്ങുന്നവരാണ് എന്നതാണ്. ജൂണിൽ പാക് സർക്കാർ ദേശീയ അസംബ്ലി സ്പീക്കറുടെയും സെനറ്റ് ചെയർമാന്റെയും ശമ്പളത്തിൽ 500% വർധനവാണ് വരുത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ പാകിസ്ഥാനികൾ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നുപോകുമ്പോൾ ഭരണാധികാരികളുടെ ഇത്തരം ആഡംബരവും അതോടൊപ്പം തന്നെ പണത്തോടുള്ള ആർത്തിയും വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. പാകിസ്ഥാൻ നിലവിൽ $8.96 ബില്യൺ IMFിനോട് മാത്രം കടപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നിയമനിർമ്മാതാക്കൾ ചെറിയ തുകയുടെ പേരിൽ സഭയിൽ നടത്തിയ ഈ നാടകം രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങളോട് അവർക്കുള്ള അവഗണനയുടെ പ്രതീകമായാണ് മാറുന്നത്. അടുത്ത തവണ പണത്തെക്കുറിച്ച് സംസാരിക്കും മുമ്പ് തങ്ങളുടെ ജനങ്ങളുടെ ദുരിതങ്ങളെക്കുറിച്ച് നിയമനിർമ്മാതാക്കൾ ചിന്തിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.